എനിക്കൊരു മൂവിയിൽ ബിജു മേനൻ പറഞ്ഞ ഡയലോഗാണ് കേട്ടോ ഇപ്പൊ ഓർമ്മ വരുന്നത്. ആദ്യം സാമ്പാർ വന്നു, പിന്നെ പച്ചടി വന്നു എന്ന് പറഞ്ഞ പോലെയാണ് ചില ആളുകള്. ആദ്യം ബ്രസീലായി, പിന്നെ പോർച്ചുഗലായി, പിന്നെ ഇംഗ്ലണ്ടായി, അതും കഴിഞ്ഞ് ഫ്രാൻസ് ആയി, ഇപ്പൊ സ്പെയിനിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മളെ അർജന്റീന ഫാൻസിനൊപ്പം മാച്ച് കാണാൻ തയ്യാറായിട്ടുള്ളത്. ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ച് കാത്തിരുന്ന ഫുട്ബോൾ മാച്ചിന്റെ ഫൈനൽ ഡേ ആണ്. ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതിലല്ല കാര്യം. പക്ഷെ ഞാൻ അർജന്റീന ഫാൻ ആയതുകൊണ്ട് തന്നെ അർജന്റീന മാത്രമേ ജയിക്കുള്ളൂ. ലോകൊട്ടുക്ക് കട്ട വെയിറ്റിംഗിലാണ് ഇന്നത്തെ മാച്ച് കാണാനായിട്ട്. നമുക്കറിയാം ആര് തോൽക്കും ആര് ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തോറ്റേ പറ്റുള്ളൂ, ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റുള്ളൂ. അതാണ് ഏതൊരു മാച്ച് എന്ന് പറയുമ്പോഴല്ലേ. അർജന്റീനയ്ക്കെതിരായിട്ട് ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ സെമി ഫൈനൽ കഴിഞ്ഞ സമയത്ത് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും കരച്ചിലുണ്ടായിരുന്നു അർജന്റീനയ്ക്കെതിരായിട്ട്. അപ്പൊ എനിക്ക് ഏറെ അതിശയവും അത്ഭുതകരവും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നാളെ കേരള സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മൊത്തത്തില് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മളെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ കൂടി ഫുട്ബോളിലേക്ക് മാറി കഴിഞ്ഞു എന്നുള്ളതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സി ഒരു പോസ്റ്റിനടിയിൽ കുറിച്ചിട്ട വാക്കുകളാണ്: ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു കപ്പ് എടുക്കുക എന്നതിലും വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്രയും നാള് അതിന്റെ കൂടെ ഞങ്ങളുടെ വഴികളിലുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു. ആ യാത്രയാണ് ഞങ്ങൾ ആസ്വദിച്ചിട്ടുള്ളത്. ആ യാത്രയിലാണ് ഞങ്ങൾക്ക് അഭിമാനം. ലോകം മൊത്തം ഒരുമിച്ച് കാത്തിരിക്കുന്ന ഫുട്ബോൾ മാമാങ്കം ഇന്ന് രാത്രി 12:30-ക്കാണ്. ആര് കപ്പെടുക്കുന്നുള്ളതിൽ ഇപ്പോഴും നമുക്കറിയാം സ്പെയിൻ ആണോ അർജന്റീന ആണോ എന്നുള്ള കടുത്ത ആശങ്കയിലാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അർജന്റീന ഫാൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ മെസ്സി കപ്പ് തൂക്കിയിരിക്കും. ഇതിൽ ഇനി ഈ പ്രഡിക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള ആളുകൾക്ക് താഴെ കമന്റ് ചെയ്യാം. സ്പെയിനിൽ ഒരുപാട് ആൾക്കാരുണ്ട് സ്പെയിനിലേക്ക് മാറിയിട്ടുള്ള. അപ്പം ഞങ്ങൾ അന്നും ഇന്നും അർജന്റീന. അപ്പൊ വാമോസ് അർജന്റീന.